ജെയിംസ് ഗ്രേ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ അഡ്വഞ്ചറസ് മൂവിയാണ് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ്. ആമസോൺ മഴക്കാടുകളിലെ സ്വർണ്ണ നഗരം തേടിയുള്ള ഒരു പറ്റം യുവാക്കളുടെ യാത്രയാണ് ചിത്രത്തിന് ഇതിവൃത്തം. ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം. 18ാം നൂറ്റാണ്ടിലാണ് കഥ നടക്കുന്നത്. ഒരു പട്ടാള പരിശീലന സീനോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇതാണ് മേജർ റോബർട്ട്. ഇയാളാണ് സിനിമയിലെ നായകൻ. അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു മകനുമാണുള്ളത്. ഒരു മിടുക്കരായ പട്ടാളക്കാരനാണ് മേജർ റോബർട്ട്. വളരെ ധൈര്യശാലിയാണ് അയാൾ. അതുകൊണ്ട് തന്നെ സേനയിലും അയാൾക്ക് വലിയ പേരാണുള്ളത്. അങ്ങനെ അയാളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അയാളെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ബൊളീവിയയും ബ്രസീലും തമ്മിൽ അതിർത്തി തർക്കം നടക്കുകയാണെന്നും അതിന്റെ പ്രശ്നപരിഹാരത്തിനായി ഈ രണ്ട് രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തെ സമീപിച്ചിട്ടുണ്ടെന്നും അയാളുടെ പട്ടാള ചീഫ് അയാളെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നപരിഹാരത്തിനായി ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു മാപ്പ് തയ്യാറാക്കണമെന്നും അതിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഏൽപ്പിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ മേജർ റോബർട്ടിനോട് പറയുന്നു. വളരെ ദുർഘടം പിടിച്ച പണിയായിട്ട് കൂടി അയാൾ അത് സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുന്നു. ഇതിമം വിജയത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉന്നത പദവികളും വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു ആദിവാസിയെ അടക്കം 5 പേരെ കൂടെ കൂട്ടി മേജർ തന്റെ ദൗത്യം ആരംഭിക്കുന്നു. ആമസോൺ മഴക്കാടുകൾക്കിടയിലുള്ള ഒരു പുഴയാണ് ഈ രണ്ട് രാജ്യങ്ങളെയും വേർതിരിക്കാൻ വേണ്ടി മേജർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഉറവിടം കണ്ടെത്തുക എന്ന അതീവ ദുഷ്കരമായ തീരുമാനം മേജർ എടുക്കും. യാത്രയിലുടനീളം ആ ആദിവാസി പറയും, ഇത് സേഫ് അല്ല, ഈ പുഴയിലൂടെ യാത്ര ചെയ്തവരാരും തിരികെ പോയിട്ടില്ല, അതുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാന്നൊക്കെ ആദിവാസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മേജർ ആവട്ടെ അതൊന്നും മുഖവിലേക്കെടുക്കാതെ യാത്ര അങ്ങനെ തുടരുകയാണ്. അങ്ങനെ പുഴയിലൂടെ യാത്ര ആരംഭിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നാണ് പുഴയുടെ തീരത്ത് ഒരു ബോട്ടിൽ ഒരാൾ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ ഇരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഈ മേജറുടെ ബോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് കരയിൽ നിന്ന് വലിയ ഒരു ആക്രമണം മേജറുടെ സംഘം നേരിടുന്നു. അതായത് ആ കാടിനുള്ളിലെ ആദിവാസികളെല്ലാം കൂടി അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് ഈ മേജറിന്റെ സംഘത്തെ ആക്രമിക്കുകയാണ്. അവരെറിഞ്ഞ അമ്പ് കൊണ്ട് തക്ഷണം മേജറിന്റെ കൂട്ടത്തിൽ ഒരാൾ മരിക്കുന്നു. ബാക്കിയുള്ളവരാവട്ടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പുഴയിലേക്ക് ചാടും. പക്ഷേ വളരെ അപകടകരമായിട്ടുള്ള പുഴയായതുകൊണ്ട് തന്നെ ഈ പുഴയിലെ പിരാന മത്സ്യങ്ങൾ ഒരാളെ കൊല്ലും. അങ്ങനെ ബാക്കിയുള്ളവരുമായി മേജറിന്റെ സംഘം വീണ്ടും യാത്രയായി. ഒരു ദിവസം രാവിലെ കണ്ണുറ നോക്കുമ്പോഴുണ്ട് കൂട്ടത്തിലെ ആദിവാസിയെ കാണാനില്ല. അവൻ അവരെ വിട്ടുപോയെന്ന് മേജർ മനസ്സിലാക്കുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, അവർ എവിടെയാണോ എത്തണമെന്ന് വിചാരിച്ചത് ആ സ്ഥലത്ത് എത്തിച്ചിട്ടാണ് ആ ആദിവാസി പോയത്. അതായത് ആ പുഴയുടെ തുടക്കത്തിൽ അവരെ എത്തിച്ചുകൊണ്ടാണ് ഈ ആദിവാസി പോയത്. അങ്ങനെ അവരെ ഏൽപ്പിച്ച ജോലി അവർ വളരെ കൃത്യതയോടുകൂടി തന്നെ പൂർത്തിയാക്കും. അങ്ങനെ ജോലി തീർന്ന ആ സന്തോഷത്തിൽ മേജർ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാടിനുള്ളിൽ ഒരു കാട്ടുപന്നിയെ കാണുന്നതും മേജർ അതിനെ വെടിവെച്ചിടുകയും ചെയ്യും. ഈ പന്നിയെ എടുക്കുന്നതിനായി മേജർ തൊട്ടരികിലേക്ക് പോകുമ്പോഴാണ് മേജറുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. ആ പ്രദേശത്ത് ഇതിനു മുൻപ് ആടുകൾ ജീവിച്ചിരുന്നെന്നും അതിന്റെ തെളിവുകളും മേജർക്ക് അവിടെ നിന്ന് ലഭിച്ചു. മേജർ അതിന്റെ പുറമെ മേജർ ആ തെളിവുകൾക്ക് പുറമെ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും കൂട്ടത്തിലുള്ളവർ മേജറെ പിന്തിരിപ്പിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഭക്ഷണമില്ല, അത് മാത്രമല്ല നമ്മൾ വന്ന ജോലി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇനി എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി പോകാമെന്നുള്ള കൂട്ടുകാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് മേജറും സംഘവും തിരിച്ച് നാട്ടിലേക്ക് യാത്രയാകും. വലിയ വരവേൽപ്പാണ് മേജറിനും സംഘത്തിനും നാട്ടിൽ നിന്ന് കിട്ടുന്നത്. നാട് മുഴുവൻ മേജറെയും സംഘത്തെയും കാണാൻ വേണ്ടി എത്തുന്നു. സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് മേജർ തന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് വിശദീകരിക്കും. അവിടെ പുരാതനമായ ഒരു നഗരമുണ്ടായിരുന്നെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പൊതുസമ്മേളനത്തിൽ വെച്ച് മേജർ പറയും. പക്ഷെ ഭൂരിഭാഗം ആളുകളും അത് വിശ്വസിക്കില്ല. അത് മാത്രമല്ല, എൽഡോറാഡോ അതായത് ഒരു സ്വർണ്ണ നഗരം ആ കാടിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും മേജർ പറയും. ഭൂരിഭാഗം ആളുകളും അത് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷെ ആ കൂട്ടത്തിലെ പ്രൊഫസർ ജോണി മാത്രം അത് അംഗീകരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കൂടെ വരാൻ താൻ തയ്യാറാണെന്നും ജോണി പറയും. അങ്ങനെയാണെങ്കിൽ താനും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മേജർ ഉറക്കെ പ്രഖ്യാപിക്കും. അങ്ങനെ തന്റെ പഴയ കൂട്ടാളികളെ കൂട്ടിക്കൊണ്ട് വീണ്ടും അതേ കാട്ടിലേക്ക് യാത്ര തിരിക്കാൻ മേജർ തീരുമാനിക്കും. അങ്ങനെ വീട്ടിലെത്തിയ മേജറോട് ഭാര്യ പറയും, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, നിങ്ങളെ ഇനി ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. പക്ഷെ മേജർ പറയും, അതൊന്നും ശരിയാവില്ല, കാരണം കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ നോക്കാൻ നീ തന്നെ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് മേജർ രണ്ടാമതും കാടിനുള്ളിലേക്ക് യാത്രയാകും. അങ്ങനെ മേജറും സംഘവും വീണ്ടും ആമസോണിൽ മറഞ്ഞിരിക്കുന്ന സ്വർണ്ണ നഗരവും തേടിയുള്ള യാത്ര ആരംഭിക്കും.
നേരത്തെ പറഞ്ഞ കൂട്ടാളികളോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞ പ്രൊഫസർ ജോണിയും ഇത്തവണ മേജറിന്റെ സംഘത്തിലുണ്ട്. ഈ പ്രൊഫസർ ആവട്ടെ അല്പം തടിച്ച ശരീരപ്രകൃതക്കാരായതുകൊണ്ട് തന്നെ യാത്ര ഓരോ ദിവസം കഴിയും തോറും ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടി പുഴയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും കാടിനുള്ളിൽ നിന്ന് ഒരു ആക്രമണം. ഇത്തവണയും പഴയതുപോലെ തന്നെ ഗോത്രവർഗക്കാരാണ് അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മേജറിന്റെ സംഘത്തെ ആക്രമിച്ചത്. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി വേഗം പുഴയിലേക്ക് എടുത്ത് ചാടും. എന്നാൽ മേജർ ആവട്ടെ അവരുടെ ഭാഷയും പഠിച്ചുകൊണ്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത്. അങ്ങനെ തങ്ങൾ ഇവരുടെ ശത്രുക്കളിലെന്നും അവരുടെ സുഹൃത്തുക്കളാണെന്നും മേജർ അവരുടെ ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ആദ്യമൊക്കെ ഒരു സംശയത്തോടു കൂടി നോക്കുമെങ്കിലും പതിയെ ഗോത്ര വിഭാഗക്കാരാവട്ടെ മേജറെ സ്വീകരിക്കും. അങ്ങനെ മേജറും സംഘവും ഈ ഗോത്രവിഭാഗങ്ങളോടൊപ്പം അവരുടെ കുടിലേക്ക് പോകും. അവിടെ വെച്ച് അവരൊരു ഭീകര കാഴ്ച കാണും. അതായത് ഒരു മനുഷ്യന്റെ ശവശരീരം അങ്ങനെ തീയിൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗോത്രവർഗക്കാർ. അതോടുകൂടി തന്നെ ഈ ഗോത്രവർഗം നരഭോജികളാണെന്ന് മേജറിന്റെ സംഘത്തിന് മനസ്സിലാവും. എന്നാൽ പേടിക്കേണ്ടെന്നും ഇവർ നമ്മളെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് മേജർ തന്റെ സംഘത്തെ സമാധാനിപ്പിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയും. മേജറും സംഘവും ഈ ഗോത്രവിഭാഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചും അവരുടെ കൃഷി രീതിയിലൊപ്പം കൂടിയുമൊക്കെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ഇതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എൽഡൊറാഡോയെ സംബന്ധിച്ച്, അതായത് ഈ സ്വർണ്ണ നഗരത്തെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇവരിൽ നിന്ന് മേജറിന് വീണ് കിട്ടും. അതിനിടയ്ക്കാവട്ടെ ഈ പ്രൊഫസർ ജോണി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന പ്ലാനിന്റെ പുറത്ത് അയാൾ സഞ്ചരിക്കും. അയാളെ കാണാതെ മേജറും സംഘവും അന്വേഷിച്ച് നടക്കുമ്പോൾ അയാളത് ആ കാലിന് പരിക്കേറ്റുകൊണ്ട് കാട്ടിലൊരു ഭാഗത്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അയാളെ കൊണ്ട് മേജർ സംഘവും യാത്രയാകും. പക്ഷെ യാത്രയിലുടനീളം ഇവർ തമ്മിൽ തർക്കങ്ങൾ നടക്കും. അങ്ങനെ മേജർ ഒരു കാര്യം തീരുമാനിക്കും, ഇയാളെയും കൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മിലിറ്ററി ബേസിൽ നിന്ന് ഒരു കുതിരയെ വരുത്തിക്കൊണ്ട് ഇയാളെ ആ കുതിരപ്പുറത്തേറ്റി അയാൾക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം നൽകിക്കൊണ്ട് മേജർ യാത്രയാക്കും. അയാളെ കുതിരപ്പുറത്ത് കയറ്റി പറഞ്ഞയച്ചുകൊണ്ട് മേജർ തിരിച്ചു വരുമ്പോഴുണ്ട് കൂട്ടുകാർ മേജർക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുക്കും. അതായത് അവരുടെ ബാക്കി ഉണ്ടായിരുന്ന ഭക്ഷണത്തിൽ മുഴുവൻ ഈ പ്രൊഫസർ ജോണി മണ്ണെണ്ണ ഒഴിക്കും. അങ്ങനെ ആ ഭക്ഷണം മുഴുവൻ കേടാവും. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് യാത്ര സാധ്യമല്ലാതാവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് മേജറുടെ കാഴ്ചയിൽ വീണ്ടും ഒരു കാര്യം തെളിയുന്നത്. അതായത് നേരത്തെ കണ്ട അതേ പുരാതന നഗരത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ മേജർക്ക് അവിടെ ലഭിക്കുന്നു. ചില ചിത്രങ്ങളും ചില പാത്രങ്ങളും അത് മനുഷ്യരുടെ രൂപങ്ങളും എല്ലാം മേജർ അവിടെ കാണും. പക്ഷെ എന്തു ചെയ്യാം, ഭക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് യാത്ര എന്ന് പറയുന്നത് ദുർഘടമാണെന്ന് മേജർക്ക് മനസ്സിലാകും. എന്നാലും സംഘാംഗങ്ങളെ കൂട്ടിക്കൊണ്ട് മേജർ യാത്ര തുടരാൻ തന്നെ, അതായത് ഈ കണ്ട കാഴ്ചകൾക്ക് പിന്നിൽ യാത്ര തുടരാൻ തന്നെ തീരുമാനിക്കും. പക്ഷെ സംഘാംഗങ്ങളാവട്ടെ മേജറോട് പറയും അത് അപകടമാണ്, കാരണം ഈ തിരിച്ചു പോകാനുള്ള ഭക്ഷണം മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു യാത്രയാകും. അങ്ങനെ നാട്ടിലെത്തിയ മേജറേയും സംഘത്തെയും കാത്തിരിക്കുന്നത് ഇത്തവണ വലിയൊരു യുദ്ധമാണ്. യുദ്ധത്തിലാവട്ടെ മേജർക്ക് കാര്യമായി പരിക്ക് പറ്റുമെങ്കിലും മേജറുടെയും സംഘത്തിന്റെയും ധീരതയ്ക്ക് പകരമായി മേജർക്ക് കേണൽ റാങ്ക് രാജ്യം നൽകി ആദരിക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോകും. മേജറും കുടുംബവും ഇപ്പൊ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുകയാണ്. ഇതിനിടയിൽ മേജർക്ക് 2 മക്കൾ കൂടി ജനിക്കും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എന്തായാലും സിനിമയുടെ തുടക്കത്തിൽ കണ്ട മേജറിന്റെ മൂത്ത മകൻ ജാക്ക് ഇപ്പോൾ വളർന്ന് വലിയ ആൺകുട്ടിയാകും. ജാക്കാവട്ടെ അച്ഛനെ പോലെ തന്നെ ധീരനാണ്. അവന്റെ ഉള്ളിലാവട്ടെ വലിയൊരു ആഗ്രഹമുണ്ട്. അതായത് അച്ഛൻ 2 തവണ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ യാത്ര പൂർത്തിയാക്കണമെന്ന്. ഈ കാര്യം ജാക്ക് മേജറോട് സംസാരിക്കും. അപ്പൊ മേജർ പറയും, മോനെ പഴയതുപോലെയല്ല, എനിക്ക് വയസ്സായി, എന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് യാത്ര തുടരാൻ സാധിക്കില്ല. പക്ഷെ മകൻ അച്ഛനിങ്ങനെ ആത്മവിശ്വാസം നൽകിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ മേജർ പറയും, ശരി, നിന്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പോവാന്ന് പറയും. അങ്ങനെ മകൻ ഓടിച്ചെന്ന് അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അമ്മ ഞാനും അച്ഛനും കൂടെ യാത്ര തുടരട്ടെ എന്നൊക്കെ പറയുമെങ്കിലും അമ്മ ആദ്യഘട്ടത്തിലൊക്കെ അത് തിരസ്കരിക്കുമെങ്കിലും പിന്നീട് മകന്റെ നിർബന്ധത്തിന് അമ്മ വഴങ്ങും. അങ്ങനെ അമ്മയുടെ സമ്മതത്തോടു കൂടി ഈ യാത്ര പോകാൻ രണ്ടുപേരും തീരുമാനിക്കും. തുടർന്ന് വലിയ പത്രസമ്മേളനമൊക്കെ വിളിച്ച് മേജർ ഈ യാത്ര പ്രഖ്യാപിക്കും. യാത്രയ്ക്ക് ഒരുപാട് പേര് പണം സംഭാവന ചെയ്യുന്നുണ്ട്. ഇതിനിടെ മേജർ വീട്ടിൽ ഒരു പാർട്ടി വെക്കും. ആ പാർട്ടിയിലെത്തിയ ആർമി ചീഫിനോട് മേജർ അനുഗ്രഹം വാങ്ങുകയും എന്നിട്ട് അയാളോട് പറയും,
ഞാൻ ആ അപ്രത്യക്ഷ നഗരം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ സൂചനയായി അങ്ങക്ക് എന്റെ കയ്യിലുള്ള ഈ വടക്ക് നോക്കി യന്ത്രം അവിടെ നിന്ന് അയക്കും. ഇത് അങ്ങയുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങ് വിചാരിക്കണം ഞാൻ ആ നഗരം കണ്ടുപിടിച്ചു. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് മേജർ മകനും യാത്രയാവും. പത്രത്തിൽ നിന്ന് ഈ വിവരമൊക്കെ അറിഞ്ഞ് ഒരുപാട് ആളുകൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മേജറേയും മകനെയും യാത്ര അയക്കാൻ വേണ്ടി എത്തിച്ചേരും. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. അവർ കാട്ടിലെത്തി. കാട്ടിലൂടെയുള്ള യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഉൾക്കാട്ടിൽ നിന്നും ഒരു വലിയ ഗോത്രവിഭാഗം അവരെ ആക്രമിക്കാനെത്തുന്നത്. മേജർ പഴയതുപോലെ തന്നെ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇത്തവണ അത് വില പോയില്ല. അപകടം മനസ്സിലാക്കിയ മേജറും മകനും പിന്തിരിഞ്ഞോടും. അങ്ങനെ ഓടി ഓടി ഒരു കുന്നിന്റെ മുകളിലെത്തും. അപ്പോഴതാ മുൻപിൽ കുന്തവും പിടിച്ചുകൊണ്ട് വേറെ ഗോത്രവിഭാഗക്കാർ നിൽക്കുന്നു. പെട്ടെന്നാണ് ഈ മുൻപിൽ നിൽക്കുന്ന ഈ ഗോത്രവിഭാഗം മേജറുടെ പിന്നിലുള്ള ഗോത്രവിഭാഗത്തെ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗം അവിടെ നിന്ന് ഓടിപ്പോകും. പക്ഷെ ഈ മുൻപിലുണ്ടായിരുന്ന ഗോത്രവിഭാഗക്കാരാവട്ടെ മേജറെയും മകനെയും പിടിച്ച് തന്റെ കുടിലുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുടിലെത്തിയ മേജറെയും മകനെയും ആ ഗോത്രത്തിന്റെ മൂപ്പനെ ഇവർ കാഴ്ചവെക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോ മൂപ്പൻ പറയും, ഇവരെന്തായാലും അവരുടെ ആൾക്കാരല്ല, നമ്മുടെ ആൾക്കാരല്ല, ഇവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിനുള്ള പ്രക്രിയകൾ ചെയ്തോളാൻ ആജ്ഞ കൊടുക്കും. ഇതൊക്കെ കണ്ടും കേട്ടും മേജറിനും മകനും മനസ്സിലാവും തങ്ങൾ മരണത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ മേജറിന്റെ മകൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയും, അച്ഛാ നമ്മളിപ്പോ മരിക്കും, നമ്മൾ ഒരു പക്ഷേ ഇന്നത്തോടുകൂടി ഈ ലോകത്തിന്റെ യാത്രയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയും. അപ്പൊ മേജർ മകനെ സമാധാനിപ്പിക്കും, മോനെ നീ പേടിക്കരുത്, നമ്മൾ സാഹസികരാണ്, നമ്മൾ ഈ ചെയ്ത യാത്ര ഒരുപക്ഷെ ലോകത്തിൽ ഒരാൾക്കും ചിന്തിക്കാൻ കൂടി സാധിക്കാത്തതാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകനെ ആശ്വസിപ്പിക്കും. അങ്ങനെ സമയം രാത്രിയാവും. ഈ ഗോത്രവർഗക്കാരെ മേജർക്കും മകനും കുടിക്കാൻ ഒരു പാത്രത്തിൽ ഒരു പ്രത്യേക പാനീയം നൽകും. മനസ്സില്ല മനസ്സോടെ മേജറും മകനും ആ പാനീയം കുടിക്കും. അല്പസമയം കഴിയുന്തോറും ഇവരുടെ ബോധം ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് മേജറും മകനും തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഭാര്യയും സഹോദരങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ബോധം മറഞ്ഞ മേജറെയും മകനെയും ഒപ്പിക്കൊണ്ട് ഈ ഗോത്രവർഗക്കാർ ഒരു നദിയുടെ അടുത്തേക്ക് പോകുന്ന സീനാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഈ സീൻ അവസാനിക്കും. വർഷങ്ങൾക്ക് ശേഷമുള്ള സീനാണ് പിന്നീട് കാണിക്കുന്നത്. മേജറിന്റെ ഭാര്യ ഇപ്പോഴും തന്റെ ഭർത്താവും മകനും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുകയാണ്. അവരാവട്ടെ മേജറിന്റെ ആ പഴയ പട്ടാള ചീഫിനെ ചെന്ന് കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. മേജറിന്റെ ഭാര്യ ചീഫിനോട് പറയും, ചീഫെ ഇന്നലെ എന്നെ കാണാൻ ബ്രസീലിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അയാൾ പറഞ്ഞു മേജറും മകനും പ്രത്യേക ഗോത്ര വിഭാഗക്കാരുടെ കൂടെ അവരുടെ ഒരാളായിക്കൊണ്ട് അവിടെ താമസിക്കുകയാണ്. അയാളത് നേരിട്ട് കണ്ടുവെന്നും തന്നോട് പറഞ്ഞെന്നും ഈ ഭാര്യ ചീഫിനോട് പറയും. അപ്പൊ ചീഫ് വിചാരിക്കും അത് ഈ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലൊക്കെ പറഞ്ഞതാണെന്ന് വിചാരിച്ചുകൊണ്ട് ചീഫ് പറയും, മകളെ നീ അത് ഇനി അത്തരം ചിന്തകളൊന്നും വേണ്ട, കാരണം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഫ് ഭാര്യയെ സമാധാനിപ്പിക്കും. പക്ഷെ അപ്പോഴാണ് ഭാര്യ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വടക്ക് നോക്കി യന്ത്രം എടുക്കുന്നത്. എന്നിട്ട് അത് ചീഫിന് നൽകും. എന്നിട്ട് ചീഫിനോട് പറയും, ചീഫെ ഇന്നലെ ബ്രസീലിൽ നിന്ന് എന്നെ കാണുന്ന ആള് ഇതെനിക്ക് തന്നതാണ്, ചീഫിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മേജർ ഏൽപ്പിച്ചു തന്നെന്നാണ് പറഞ്ഞത്. ഈ വടക്ക് നോക്കിയന്ത്രം കാണുമ്പോൾ ചീഫിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നും മേജർ അയാളോട് പറഞ്ഞെന്നും അയാൾ തന്നോട് പറഞ്ഞതായി ഭാര്യ ചീഫിനോട് പറയും. പെട്ടെന്നാണ് ചീഫ് എത്തുന്നത്. ഓർമ്മയില്ലേ? അതായത് പത്രസമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ ചീഫിനോട് മേജർ പറയുന്നത്, ഈ സ്വർണ്ണനഗരം കണ്ടെത്തുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ വടക്ക് നോക്കി യന്ത്രം അങ്ങേലേക്ക് ഏതെങ്കിലും വഴി കണക്റ്റിക്കും, അത് തങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ ഉറപ്പിക്കണം എന്ത്, ഞാൻ ഈ അപ്രത്യക്ഷ നഗരം കണ്ടുപിടിച്ചെന്ന്. അതേ വടക്ക് നോക്കി യന്ത്രമാണ് ഇപ്പോൾ ഈ ചീഫിന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. അത് ചീഫിൽ വലിയ അത്ഭുതം ഉണ്ടാക്കും. എന്നിട്ട് ഭാര്യയോട് പറയും, നീ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ അവനെ അന്വേഷിക്കാൻ കുറച്ച് ആൾക്കാരെ കൂടി അങ്ങോട്ട് വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട്. പക്ഷെ ഇപ്പോഴും അതൊരു മിസ്റ്ററി ആയി തുടരുകയാണ്. കാരണം പിന്നീട് എങ്ങനെയാണ് ഈ ചീഫിന്റെ കയ്യിലേക്ക് ഈ വടക്ക് നോക്കിയ യന്ത്രം എത്തിയതെന്നത് അവിടെ ചുരുളഴിയാത്ത രഹസ്യമായിട്ട് അങ്ങനെ തുടരുകയാണ്. ഇതാണ് സിനിമയുടെ ക്ലൈമാക്സ്. ഏതായാലും കാലങ്ങൾക്ക് ശേഷം പണ്ട് മേജർ കണ്ടുപിടിച്ച സ്ഥലങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് തെളിവുകളടക്കം വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട
വളരെ ഒരു സൂപ്പർ അഡ്വഞ്ചറസ് മൂവി തന്നെയാണ് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ്.